ചൂലെടുത്ത അടിയാണ് അങ്ങോട്ട്. നല്ലോണം അടിക്കും. ഒന്ന് കൊണ്ട് കളിക്കല്ലേ. ഓ ചാരി വയ്ക്ക്. നീ അങ്ങനെ വെറുതെ വയ്ക്കാതെ വിചാരിക്കണടാ, നിന്നെക്കാളും വലിയ ആളുകളെ കൊണ്ട് ഞാൻ പണി ചെയ്യിപ്പിച്ചിട്ടുള്ളതാ. ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കണം. ഈ പാന്റ് ഷർട്ട് ഇട്ടാണ് ഇങ്ങനെയുള്ള ജോലിക്ക് വരണേ. അതിനല്ലേ ഞാൻ ഇത് കൊണ്ടുവന്ന, പിന്നെ തോർത്ത് കൊണ്ടുവന്നത്. ഇങ്ങനെ സംശയം ചോദിച്ചോട്ടെ, നിന്നെ പ്രസവിച്ചപ്പോഴേ ഈ പാന്റ് ഷർട്ട് ഇട്ടാണ് പ്രസവിച്ചത്. നിന്നെ ഇങ്ങനെയല്ലാതെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാര്യം നടന്നാ പോരെ. അത് കണ്ടില്ലേ. എടാ ഏണി വെക്കണത് എങ്ങനെയാണോ തിരിച്ചു വേടാ. നീ അല്ലാതെ ഏണി വെക്കാൻ മിടുക്കനാണല്ലോ. എടുത്തങ്ങോട്ട് അതല്ലടാ താഴെ വരേണ്ടത്. അത് ശരിയാണ് പറഞ്ഞണക്ക്. ഇതാ പറയുന്ന ഓരോ പണി അറിയാവുന്നവര് ചെയ്യണമെന്ന് മനസ്സിലായോ? അത് തന്നെ. പക്ഷെ പഠിച്ചിരിക്കണമല്ലോ. നടരാജോ കഴിക്കാനാ? നാരങ്ങ വെള്ളം ഇപ്പൊ രാവിലെ ഇപ്പൊ കഴിച്ചതാ? നീ കഴിച്ചിട്ടും കൊണ്ട് വന്നേ? അത് കുറച്ച് ചേർക്കാം. 2 പൊറോട്ടയും ബീഫും കഴിച്ചതാ. ആ ചൂലിങ്ങട്, ആ ചൂലിട്. മെല്ലെ കയറിക്കാണ് കളയും. ഞാൻ ഈ ഷൂസ് ഇട്ടിട്ട് എനിക്ക് കയറാൻ പറ്റത്തില്ല. അളിയൻ കയറി. കഷ്ടം തരട്ടെ നിന്നെ. പിന്നെ കേരളി അങ്ങോട്ട് ഞാൻ ചൂലെടുത്ത് തരാം. കയറി പതുക്കെ കയറി. അയ്യോ ഏണിയൊന്നും പിടിക്കണ്ട. നിന്നെക്കാളും വിശ്വാസം എനിക്ക് ഏണിയാ. നീ ചിലപ്പോ പറയാക്കൂ. അതെ നടരാജ. അയ്യോ നോക്കല്ലേ നോക്കല്ലേ നോക്കല്ലേ, തറയെ നോക്കല്ലേ. വേണ്ട വേണ്ട, നീ മെല്ലെ. നീ തറയെ നോക്കാതെ നീ എവിടെ അങ്ങനെ ഇരിക്കും. കഷ്ടം. നടരാജ ഇങ്ങനെയല്ല, ഞാൻ അടിച്ച് കാണിച്ചു തരാം. വേണ്ട, ഇത് ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ അടിച്ചാലേ ഈ അഴുക്ക് പോത്തോളൂ. മനസ്സിലായ? നിനക്ക് അടിക്കാൻ നന്നായിട്ട് അറിയാലോ. അപ്പൊ നിനക്ക് എന്നെ കടിച്ചാ പോരായിരുന്നോ? നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ നേതാവിന്റെ ഏണി പിടിക്കും. അയ്യോ ഏണിയാ? വേണ്ട, ഞാൻ സമാധാനമായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ ഏണിയ വിശ്വാസമാണ്. നിങ്ങൾ ആരും വരണ്ട, അതൊക്കെ എന്തെങ്കിലും ചെയ്യും അങ്ങോട്ട്. ഇനിയിപ്പോ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അറിഞ്ഞിരുന്ന കയ്യിലെടുത്തോണ്ട് വരണേ. നടരാജ, ഈ അടുക്കളയിൽ ചെന്നിട്ടേ അടുക്കള ഭാഗത്ത് അവിടെ ഒന്ന് വൃത്തിയാക്കണം. വല്ലപ്പോഴൊക്കെ ഇച്ചിരി കട്ടനൊക്കെ ഇട്ട് കുടിക്കാനുള്ളതാ. ശരി, അടുക്കള ക്ലീൻ ചെയ്യണം നമുക്ക് കേട്ടോ. എന്തിനാ ശരി? വല്ല ചോറും കറിയൊക്കെ വെക്കാലോ വല്ലപ്പോഴും. ഇത് താൽക്കാലിക പാർട്ടി ഓഫീസാണ്, സ്ഥിരമായിട്ടല്ല. താൽക്കാലിക ആണെങ്കിൽ ഒരു സെറ്റപ്പ് ഉള്ളത് നല്ലല്ലേ അളിയാ? എന്താന്ന് നീ ആദ്യം കഞ്ഞിയും കറിയും വെച്ചിട്ട് പിന്നെ സ്ഥിരതാമസം ആക്കും അവിടെ. വല്ലപ്പോഴും വന്ന് തുറന്ന് കിടക്കേണ്ടി വന്നാലോ? ഞാനേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടാ. മനപ്പൂർവ്വം അവര് കണ്ണി കാണട്ടെ എന്ന് വിചാരിച്ചു നിങ്ങളോട് പറയാം. വന്ന കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങളോട് മനഃപൂർവ്വം പറയാഞ്ഞിട്ടാ. അമ്മേ, ഇവിടെ എന്താ നടന്നേന്ന് അറിയാമോ? നമ്മുടെ വീട് പാർട്ടി ഓഫീസ് കണ്ണുനുരുട്ടി കാണിക്കണ്ട. നമ്മുടെ വീട് ഇവർക്ക് പാർട്ടി ഓഫീസ് ആക്കണോന്ന്. 2-3 ദിവസമായി എന്നെ നിലം തൊടിച്ചിട്ടില്ലേ ക്ലീറ്റോ. പറഞ്ഞാ വല്ലോ മനസ്സിലാവണ്ടേ? ആരെയും പേടിയില്ല. എന്താണ് നീ കാണിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കൊന്നും വേണ്ട, നല്ല ചീത്ത പറയാമേ. ക്ലീറ്റസേ, നിന്റെ തോന്നിയ എന്റെ വീട്ടിനകത്ത് പാടില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അമ്മാവൻ എന്താ മിണ്ടാതിരിക്കണം? നല്ല പറഞ്ഞ അമ്മാവൻ കൂടെ. നീ എന്ത് തോന്നിയാസട കാണിച്ച്? അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? 2 പണി അറിയാവുന്ന ആൾക്കാരെ വിളിച്ചതൊക്കെ വൃത്തിയാക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഒരു പണി അറിയാത്ത ഈ മാങ്ങാത്തൊലിയന്മാരെ വെച്ച് പഠിപ്പിക്കാനാണ് പറഞ്ഞു. പണി അറിയാന്നുള്ള 2 പേര് ഇന്നലെ വന്നു. പക്ഷെ തങ്ക സംഭവിച്ചില്ല അവരെ കൊണ്ട് പണി ചെയ്യിക്കാൻ. എന്താടി തങ്ക, ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ? പിന്നെ എന്തിനാ നീ പണി അറിയാവുന്നവരെ ഓടിച്ചു വിട്ടത്? പാർട്ടി ഓഫീസ് ആക്കാനാ? പാർട്ടി ഓഫീസാ? എടി മണ്ടൂസേ, ഈ വീട് ഇങ്ങനെ അടഞ്ഞു മൂടി കിടക്കുന്ന കണ്ടിട്ട് ഒരു വലിയ വിഷമം. കുറച്ച് നാളോട് പറയാ അമ്മയും അമ്മാവനും കൂടെ ഇങ്ങോട്ടൊന്ന് താമസിക്കണമെന്ന്. എന്നാ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒന്ന് താമസിക്കളയാന്ന്. ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിട്ടാ ഇവൻ ഈ വീട് വൃത്തിയാക്കണേ. പിന്നെ അത് നിന്നോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. നമുക്കൊരു സർപ്രൈസ് തരാൻ. ഇനി മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങള് മാത്രല്ല, ഒരു മാസം കഴിഞ്ഞാൽ കനകനും ജമന്തി ഇങ്ങോട്ട് താമസം മാറുക.
ഒരു മിനിറ്റ് അയ്യോ എടി, ദൂരോട്ട് അടിക്കോ? വേണ്ടടി. എടി, ദാ, ഉടനെ പെണ്ണ് പിന്നെ അവിടെ, വേണ്ട. എടി, നിൽക്കാൻ. Alien versus Alien.